മിഷൻ ഒറ്റപ്പാലം മേജർ നയിക്കും ജനകീയ വികസന കോൺക്ലേവിന്റെ 3-ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വൃത്തിയായ ഒരു ടൂറിസം പാക്കേജ് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ഒരു വരുമാന മാർഗം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഉള്ള മേഖലയാണിത്. അപ്പൊ അതിനൊരു മുൻഗണന കാണണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. രണ്ടാമത്തത്, ഈ മേഖലയിലേക്ക് KSRTC സർവീസ് വളരെ കുറവാണ്. അത് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം മുൻഗണന കാണണം. ഇത് ഡെഫിനറ്റ് ആയിട്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എല്ലാ പഞ്ചായത്തിൻ്റെയും പ്രതിനിധികളും അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഏരിയയിലുള്ള എന്തെല്ലാം ഇപ്പം ഈ പറഞ്ഞത് നല്ല രസമുള്ളതാണ്. കാരണം കുന്തിപ്പുഴ അയാൾ ചുറ്റിക്കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് നല്ല സ്കോപ്പ് ഉണ്ട്. ഈ അമ്പലങ്ങളോട് ചേർന്ന് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒരു ബെൽറ്റ് ആക്കിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് റോഡുകളൊക്കെ ക്ലീനായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് KSRTC ബസ്സിന് എനിവേ വി ക്യാൻ ഫൈറ്റ് ഫോർ ഇറ്റ്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇവിടെ ഭൂരിപക്ഷം ആളുകളും കർഷകരാണ്. അതിൽ എല്ലാ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് റബ്ബർ, പിന്നെ കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി ഒരു കാർഷികോൽപ്പന്നമാണ്. അതുപോലെ വാഴപ്പഴം, നേന്ത്രക്കായും അല്ലാത്തതുമായിട്ടുള്ള പഴങ്ങൾ, കുരുമുളക്, അങ്ങനെ സ്പൈസസിൽ പെടുന്നത്, പഴവർഗ്ഗങ്ങൾ. ഇത് എക്സ്പോർട്ട് ചെയ്താലും അല്ലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ 1 കിലോ മാങ്ങയ്ക്ക് 1200 രൂപയ്ക്ക് കിട്ടുന്ന മാങ്ങ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കർഷകന് ലഭിക്കുന്നത് വെറും 100 രൂപ പോലും ലഭിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് പുറത്തുനിന്നുള്ളവർ ഇവിടെ മോണോപ്പൊളി കാണിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്തായിരുന്നു, നമ്മൾ മോദിജി ഏർപ്പാടാക്കിയിട്ടുള്ള കർഷകർക്കുള്ള ഒരു ന്യായവില എന്ന് പറഞ്ഞിട്ട്. ഇപ്പം മാർക്കറ്റ് റേറ്റ് 1000 രൂപയാണെങ്കിൽ അതിനെ ഇവിടുന്ന് 100 രൂപയ്ക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതിന് അവർ ഒരു മാർക്ക് വയ്ക്കും. അപ്പം അത് നമ്മൾ കളക്ട് ചെയ്തൊരു സ്റ്റോറേജ് ചെയ്തുകൊണ്ട് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ആവാം, അല്ലെങ്കിൽ MLAയുടെ കീഴിലുള്ള അതുപോലുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ കളക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം മാങ്ങ കളക്ട് ചെയ്തു, അതിന് കോൾഡ് സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഇത് പഴുത്ത് നാശമായിട്ട് പോകും, കച്ചവടം നടന്നില്ലെങ്കിൽ. അപ്പൊ ഇവിടെ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതിനെ നമുക്ക് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യവസായികളുടെയും സഹകരണം ഉണ്ടെങ്കിൽ കോൾഡ് സ്റ്റോറേജും ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ നമുക്ക് 100 രൂപ കിട്ടുന്ന കർഷകന് നമുക്ക് മിനിമം ഒരു 500-600 രൂപ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു അംബേദ്കർ ഗ്രാമമുണ്ട്. 100ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു 80% SC വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ പല ആവശ്യങ്ങളും ഉണ്ട്. കുടിവെള്ളം, വീട്, ബാക്കിയുള്ള സൗകര്യങ്ങൾ ഒരുപാട് അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. ആ ഗ്രാമത്തിനെ വേണമെങ്കിൽ നമുക്ക് പുനർജനിപ്പിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് കോടിക്കണക്കിന് കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ. അതിന്റെ മിനിസ്റ്ററാണ് മിസ്റ്റർ അട്വാലെ സാർ. അട്വാലെ സാറും ഞാനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ കാര്യം എനിക്കത് ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് കുറച്ച് വല്ലതും കൂടി താന്ന് പറയാം. പൊതുവെ നമ്മുടെ സ്ഥലങ്ങളിൽ, ഓരോ ഗ്രാമങ്ങളിലാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കളി മൈതാനങ്ങളെ അതുപോലെ ഗ്രൗണ്ടുകളുടെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു പരിധിവരെ യുവാക്കളും മറ്റും ലഹരികളിലേക്ക് അടിമപ്പെടാനും അതുപോലെ ഒരുപാട് വ്യതിചലിച്ചു പോകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ച് വീണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഒരുപാടധികം ടാലൻസ് ഉള്ള പിള്ളേർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അക്കാഡമീസും മറ്റ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇല്ലാത്തതിന്റെ കാരണത്താലാണ് അവരവിടെ എവിടെയും എത്താതെ പോകുന്നത്. സാർ ഒരു MLA ആയിട്ട് വിജയിച്ചു വരികയാണെങ്കിൽ അവർക്കുള്ള ഏത് രീതിയിലുള്ള ഒരു ഹെൽപ്പിംഗ് ആയിരിക്കും സാറിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നറിയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇഷ്ടംപോലെ LP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, ഗവൺമെന്റിന്റെയാണ്, കേരള ഗവൺമെന്റ്. ആർക്കും അത് കുത്തകയായിട്ട് വെക്കാൻ പറ്റില്ല, അത് പബ്ലിക്കിന്റെ സ്ഥലമാണത്. അപ്പൊ ആ കളിസ്ഥലങ്ങളെ ഇന്നെന്ത് പറ്റിയിരിക്കുന്നു, മതിലും ഗേറ്റ് ഇട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് കളിക്കാൻ പോകാൻ പറ്റാത്തത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചിരുന്നത് ഇന്ന് ഓർമ്മയുണ്ട്. അവിടെ മതിലുണ്ടായിരുന്നില്ല, ഗേറ്റും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഈ കമ്പ്യൂട്ടറും അതൊക്കെ വന്നുകൊണ്ടായിരിക്കും ഇവർ ഈ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിനെപ്പോലും കുട്ടികളിൽ കൂടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി വളർത്തിയെടുക്കാൻ വേണ്ടി ആ ചാവി തുറക്കാനും അത് കഴിഞ്ഞ് അവർ കളിച്ചതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു കുട്ടി ആ കേട്ടേക്കന്റെ വീട്ടിൽ കൊണ്ട് ഈ ചാവി കൊടുത്ത് അയാളുടെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ടാണ് അവന് വീട്ടു പോകുമ്പോൾ അപ്പം എന്താ ആ കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആയി. അപ്പൊ അവിടെ പറയും, എടാ നാളെ നിന്റെ ഡ്യൂട്ടിയാണ് കേട്ടാ. അങ്ങനെ ഈ കുട്ടികളിൽ ഒരു റെസ്പോൺസിബിലിറ്റി പ്ലസ് ഈ ഡ്രഗ് മാഫിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഈ 2-3 മണിക്കൂർ കളിക്കുന്നുണ്ട്, അവന്റെ ശാരീരിക ക്ഷമത കൂടുന്നു, പ്ലസ് അവന്റെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നു. താങ്ക് യു സാർ. ഒരു MLA കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമുള്ള സ്ഥിതിക്ക് ഞങ്ങള് സത്യം പറഞ്ഞ ഭാഗ്യവാന്മാരെന്ന് വിചാരിക്കുന്നു. വിജയിച്ചു വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അവിടെ ഒരുപാട് കോളനികളൊക്കെ ഉണ്ട്. ആ കോളനികളിലെല്ലാം കുടിൽ വ്യവസായം പോലെ ഓരോ വീടുകളിലും എന്തെങ്കിലും ഒരു വ്യവസായം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയാൽ അവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പായിട്ടും സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ നമ്മൾ ഈ പഞ്ചായത്തിൽ തന്നെ ഇടം കണ്ടുകൊണ്ട് ഇതിനെ ഏകീകരിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കുടിൽ വ്യവസായത്തിന് സപ്പോർട്ട് കൊടുക്കാം. പിന്നെന്താ വെച്ചാൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ട്രസ്റ്റുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ. ഞങ്ങൾ ആൾക്കാരെ ഇതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ വയനാട്ടിലെല്ലാം ഞങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ
മല ഇടിഞ്ഞു പോയതിനു ശേഷം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന പലരും അവർക്ക് ജോലിയില്ല. അവരെ ഞങ്ങൾ പഠിപ്പിക്കുകയാണ്, പെൻസിലുണ്ടാക്കാൻ, പുസ്തകം ഉണ്ടാക്കാൻ, പല പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അത് വിപ്പിച്ച് ജസ്റ്റ് ഗിവിംഗ് ദാറ്റ് എക്സ്ട്രാ എഫേർട്ട്. അതുപോലെ നമുക്കിത് ഇവിടെ ചെയ്യാവുന്നേ ഉള്ളൂ. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ശല്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പന്നിയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ പട്ടി. അപ്പം ഇതിൽ ഇപ്പം ഞാനും ആവശ്യപ്പെടുന്ന പഞ്ചായത്തിൻ്റെ അടുത്തൊക്കെ ആവശ്യപ്പെടാറുണ്ട് പന്നിയെ ഉന്മൂലനം ചെയ്യണമെന്ന്. ഒരു ജീവിയെ നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അതുകൊണ്ടാണ് കർശനമായ നിയമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവയെ സംരക്ഷിക്കപ്പെടുകയും വേണം. എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. എൻ്റെ മനുഷ്യർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് ഞാനതിന് ഫൈറ്റ് ചെയ്യാതിരിക്കണം? അതിനു വേണ്ടി ഞാനൊരു ശ്രമം നടത്തും. ഏതുവരെ എന്നുള്ള നിങ്ങളുടെ എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ബഹളം നമുക്ക് ചിലപ്പോൾ വെക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഈ കർഷകരിൽ നിന്ന്, കാരണം അത് വന്നിട്ട് തിന്നിട്ട് പോവല്ല ചെയ്യുന്നത്, എല്ലാം ആ കൊമ്പോടുകൂടി കുത്തിപ്പറിച്ച് വെളിയിലിട്ടിട്ട് പകുതി തിന്നും പകുതി തിന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങളെ നമ്മൾ ശരിക്കും ഏത് രീതിയിൽ, ഇതിപ്പോ വെറുതെ ഒരു കറണ്ടിന്റെ കമ്പി ഓടിച്ച് അതും പ്രശ്നമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എക്സ് സർവീസ്മെൻ റീ എംപ്ലോയ്മെന്റ് രണ്ടാമത് വന്നിട്ട് സർവീസ് ചെയ്യാൻ അവരുടെ ശതമാനം ഒന്ന് കൂട്ടണം. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. എക്സ് സർവീസ്മെന്റ് പെർസെന്റേജ് എന്നുള്ളത് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എക്സ് സർവീസ്മെന്റ് വേക്കൻസി പോലും ഇവർ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് കയറ്റുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയ അൺഎംപ്ലോയ്മെന്റ് ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു MLA ആയി പോകുമ്പോൾ നിയമസഭയിൽ നമുക്ക് എങ്ങനെ അത് പ്രതിരോധിക്കാം? ഇപ്പൊ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന പാർട്ടി അവരവരുടെ കൊടി പിടിക്കുന്നവരെ മുഴുവൻ പിടിച്ച് കയറ്റിയിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ഈ റാങ്ക് ലിസ്റ്റുകാരെ മുഴുവൻ തള്ളിക്കൊണ്ട് അവരെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് മുഴുവൻ എടുത്തിട്ട് ഇവർക്കെല്ലാം മെമ്മോ കൊടുത്തിട്ട് പുറത്താക്കാൻ സാധിക്കും. കാരണം അത് ഇല്ലീഗലായിട്ട് അവർ കയറ്റിയിട്ടുള്ളതാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്താണ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞില്ല. അത് മോദിജിയുടെ പുതിയൊരു സ്വപ്നമാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. ഞാൻ ശ്രമിച്ചു നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പറ്റിയാൽ ഒറ്റപ്പാലത്ത് സെൻറ്ററിൽ നിന്ന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം ഓൾറെഡി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ AI എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ഫ്യൂച്ചർ AI ആണ്. സാറ് MLA ആയിട്ട് വരികയാണെങ്കിൽ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഇത് കേര കർഷകരുടെ സെയിം പ്രശ്നമാണ് ഇപ്പുറത്തും വരുന്നത്, റബ്ബറിൻ്റെയും. അതിന് നമ്മൾ റബ്ബർ ബോർഡൊക്കെ സംസാരിച്ച് ഗവൺമെന്റിന് സെൻട്രലാണ് ഇതിനൊക്കെ പ്രഷർ കൊടുക്കേണ്ടത്. അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ വാക്കുകളും പാഴ്വാക്കുകളായിട്ടുണ്ട് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അത് ഏത് ലെവലിൽ സെൻട്രൽ എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് I will do that. ഇവിടെ തുടങ്ങാൻ പറ്റിയ ഒരു ഇതാണ് നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ വെക്കേഷൻ ടൈമിലൊക്കെ വെള്ളത്തിൽ വീണ് മരിക്കുന്നതും ഒക്കെ. അപ്പൊ അതൊരു നല്ല സംരംഭമാണ് ഇവിടെ തുടങ്ങാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളെ കുളത്തിൽ കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റം അമ്മയ്ക്കും ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളും കൂടെ ചേർന്നാലാണ് നമ്മുടെ കുട്ടികൾ ഡെഫിനറ്റ് ആയിട്ടും സ്വിമ്മിങ് പഠിപ്പിക്കണം. അത് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പഠിപ്പിച്ചിരിക്കണം. അതിന് നമുക്കൊരു ഗട്സ് വേണം. തൊഴിലുറപ്പ് സംബന്ധമായിട്ട് കൂലി കിട്ടുന്നത് വൈകുന്നുണ്ട്. 50 ദിവസമായിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. തൊഴിലാളികൾ വേറെയുള്ള പണിക്ക് പോവുകയാണ്. 25 ആളുള്ളതിൽ ചിലപ്പോൾ 12 14 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബില്ല് കൊടുത്താലും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വൈകാരികമായിട്ട് വിഷമം എന്താണെന്നറിയോ? 50 ദിവസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല അവർക്ക്. എന്നിട്ട് ഇവന്മാരെല്ലാം 1.5 കോടി രൂപ വണ്ടിയും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. 56 വണ്ടികളും 560 പോലീസുകാരെയും ഇതൊക്കെ പൈസയും കൊണ്ട് നടക്കുന്നുണ്ട്. കണ്ട ദൂരത്തെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് അസംബ്ലിയിൽ എനിക്കൊരു ചെയർ ഉണ്ടെങ്കിൽ ആ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങോടെ. അങ്ങനെ ഇതൊക്കെ തിരിച്ചു വാങ്ങിച്ചു തരാൻ വേണ്ടി. കലാകാരന്മാർ ധാരാളം ഉള്ളൊരു മേഖല കൂടിയാണ് ഇവിടെ. പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തികമായിട്ടുള്ള ആവശ്യതകളുണ്ട്. അങ്ങേ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ കലാകാരന്മാർക്ക് വേണ്ടി കൂടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. ഇവിടെ ചെറിയ പൈസ ഇല്ലാതെ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന പല ക്ലബ്ബുകളുമാണ് ഇല്ലേ? അതിനകത്തും പാർട്ടി ക്ലബ്ബുകളാണ് പലതും. മാർക്സിസ്റ്റ് CPM മാത്രം ഇരിക്കുന്നത് അവിടെ പാർട്ടി പറയാൻ വേണ്ടി. നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും അതുപോലൊരു ക്ലബ്ബ് പല പഞ്ചായത്തുകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കലാകാരന്മാർ വരുന്നതും അവരെ കൊണ്ട് നമ്മൾ നാടകം കളിപ്പിക്കുന്നതും പാട്ട് കളിപ്പിക്കുന്നതും ഇതിൻ്റെതായിട്ടുള്ള തുച്ഛമായിട്ടുള്ള എന്തെല്ലാം എന്റർടൈൻമെന്റ് ഫീൽഡ് നമ്മൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാം കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള നാടകശാലകൾ, ആ ഒരു ക്ലബ്ബ് വളർത്തിയെടുക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഞാനൊരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവിടുന്ന് കാണാൻ നമുക്ക് ആരൊക്കെയാണ് കലാകാരന്മാർ, കുട്ടികൾക്കുള്ള പെർഫോമൻസ്, ഇതെല്ലാറ്റിനും വേണ്ടി നമ്മൾ ഓരോ പഞ്ചായത്തിലും വീതിച്ചു കൊടുത്തുകൊണ്ട് ഒരു ക്ലബിന്റെ തുടക്കം നമുക്ക് തുടങ്ങാതെ. വളരെ ശാന്തമായ ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം.
പക്ഷേ ഇപ്പൊ ഏകദേശം ഒരു 10 വർഷത്തോളമായി കൂടുതൽ മയക്കുമരുന്നിന്റെ ഒരു അതിപ്രസരം ചെറുപ്പക്കാരിൽ കാണാവുന്നുണ്ട്. എന്തായാലും സാറ് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിന് ശാശ്വതമായ നല്ലൊരു പരിഹാരം ഈ നാടിന് ചെയ്യണം എന്നൊരു റിക്വസ്റ്റാണ് എനിക്ക് തരാനുള്ളത്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഞാൻ യോഗി ആദിത്യനാഥിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കാര്യത്തിൽ. ജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യേണ്ട. പക്ഷെ ആ 5 വർഷത്തിൽ നല്ലൊരു ക്ലീനിങ് നമുക്ക് നടത്താൻ സാധിക്കും. ആ ക്ലീനിങ് എന്ന് പറയുന്നത് നിയമത്തിനെ കയ്യിലെടുക്കാതെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗുണ്ടയെ അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റിനെ എങ്ങനെയാണ് എന്താണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നടക്കുന്നില്ല ഇവിടെ. അപ്പൊ അത് നടത്തിപ്പിക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ചിലതൊക്കെ ചെയ്യും. മിഷൻ ഒറ്റപ്പാലം മേജർ നയിക്കും ജനകീയ വികസന കോൺക്ലേവ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും NDAയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കും. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.